ഇതെന്താ ചേച്ചി, ഞാൻ വിചാരിച്ചിന്ന് നമ്മൾ 4 പേർക്കും ഒരു സ്പെഷ്യൽ ഡേ തന്നെ ആയിരിക്കുന്നു. ചേച്ചി ഒരു കാര്യം ചെയ്, സാർ സെറ്റിന് ഫോൺ ചെയ്ത് പറ, നിങ്ങൾ രണ്ടാളും ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ഡാനിയും ബിന്ദു ആഘോഷിക്കില്ല. ബിന്ദു നീ എന്താ ഫോൺ ചെയ്യേ. സരസേട്ടിന്റെ ഫോണാ. സരസേട്ടിന് ചേച്ചിയുടെ ഓർമ്മ ഒന്ന് കാണും. എടുക്ക ചേച്ചി. ഹലോ. ആ ഗൗരി, ഞാനൊരു കാര്യം മറന്നുപോയി. എന്താ മറന്നത്? നമ്മുടെ മുറിയിലെ അലമാരിയുടെ മുകളിലെ ഷെൽഫിലെ. ഒരു മിനിറ്റ്. ഒരു റെഡ് ഫയൽ ഞാൻ വെച്ചിട്ടുണ്ട്, അതെടുത്ത് വെച്ചേക്ക്. പിന്നെ ഞാൻ ഇവിടുന്ന് ആരെങ്കിലും പറഞ്ഞുവിടാ, അത് അവരുടെ അടുത്ത് കൊടുത്തു വിട്ടാൽ മതി. ഓക്കെ? പിന്നെ ഇനി വല്ലതും മറന്നായിരുന്നോ? ഇല്ല, ഇനിയൊന്നുമില്ല. ഇതേ ഉള്ളൂ, ഇത് മാത്രം കൊടുത്തു വിട്ടാൽ മതി. ഓക്കെ, ബൈ. ബൈ. എന്താ ചേച്ചി, ചേച്ചിക്ക് അങ്ങ് പറയാൻ മേലായിരുന്നോ? ഹലോ. അതെ ഗൗരി, യു ആർ റൈറ്റ്. ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി ഞാൻ മറന്നുപോയി. എനിക്കറിയായിരുന്നു. അത് എൻ്റെ ആ മേശവലിപ്പില്ലേ, അതിനകത്ത് സാമ്പിൾസ് കൂടി കിടപ്പുണ്ട്. അത് ആ ഫയലിന്റെ കൂടെ കൊടുത്തു വിട്ടേക്ക്. പിന്നെ അത് കൊടുത്തുവിടാൻ മറക്കല്ലേ. ഇല്ല, ഞാൻ നിങ്ങളെ പോലെ അങ്ങനെ എല്ലാം മറക്കുന്ന ആളൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും, പക്ഷെ ഇമ്പോർട്ടന്റ് ആയ കാര്യം അങ്ങ് മറന്നോളൂ. എന്ത്? ഞാൻ തന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തണമെന്നുണ്ടോ? ഇല്ല, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് നല്ല ഓർമ്മയില്ലേ. അതെ ഗൗരി, ഞാനിപ്പോ ഓഫീസിൽ നല്ല തിരക്ക് പിടിച്ച ജോലിയിലാ. ഞാൻ വീട്ടിൽ വരുമ്പോ നേരിട്ട് പറഞ്ഞോളാം. ഓക്കെ, സീ യു സൂൺ. ബൈ. എന്തൊരു മറവി എന്റേത് നോക്കേ. സരസിന് ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ ജോലി തിരക്കിനിടയിൽ പറയാൻ മറന്നുപോയതാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. പെട്ടെന്ന് തുണിയൊക്കെ അലക്കിടാനുണ്ട്. വന്നേ. എടാ ശങ്കരേ, സാധനങ്ങളെല്ലാം സമയത്ത് തന്നെ വീട്ടിലെത്തിച്ചേക്കണേ, അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്നെ കൊന്നു കൊല വിളിക്കും. ഓക്കെ അല്ലേ? ശരി എന്നാ. ഓർമ്മിച്ചത് നന്നായി. പറയൂ ഗൗരി. നിങ്ങൾ ഇനി എന്നും രാവിലെ ബദാം പരിപ്പ് കഴിക്കണം കേട്ടോ. ബദാം? നീ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഓഫീസിലേക്ക് വിളിച്ചത്? വേറൊരു മാർഗവും ഇല്ലല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം പോലും നിങ്ങൾക്ക് ഓർമ്മയില്ല. നേരത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ ഓർമ്മ വയ്ക്കുമായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞതോടുകൂടി ഓരോ ദിവസം ഓരോ സ്വഭാവം നിങ്ങൾക്ക്. ഇന്നെന്താണ്? ഓർമ്മയില്ലാത്ത ഒരാളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല, ഒരു കുന്തവും ഇല്ല. നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ലാപ്ടോപ്പ് കെട്ടിപ്പിടിച്ച് അവിടെങ്ങാനും കിടന്നുറങ്ങും. അല്ലല്ല ഗൗരി, ഇന്നെന്താ? 2 ദിവസം മുമ്പ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. എന്തായാലും ആനിവേഴ്സറി ആവാൻ വഴിയില്ല. എന്റെ ബർത്ത്ഡേ അല്ല, അവളുടെ ബർത്ത്ഡേയും അല്ല. വീട്ടിലും ആരുടെ ബർത്ത്ഡേക്ക് സാധ്യതയില്ലല്ലോ. പിന്നെ എന്താ ഇന്നത്തെ വിശേഷം? ചേട്ടാ, ഇതാ 2 ഫയലും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഞാനൊന്ന്. അതെ ഡാനി, ഇങ്ങോട്ട് വന്നേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ എന്തെങ്കിലും മറന്നുപോയോന്നൊരു സംശയം, എന്തെങ്കിലും ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം. ചേട്ടന്റെ കാര്യം തന്നെ ഓർമ്മയില്ല, പിന്നെ ഞാൻ എങ്ങനെ ഓർക്കാനാ? എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ, ബിന്ദുവിന് ഒരു സർപ്രൈസ് കൊടുക്കാനാ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? ചേട്ടാ, ഇത് ഞങ്ങളുടെ ആദ്യത്തെ വാലന്റൈൻസ് ഡേ ആ. ഓ, വാലന്റൈൻസ് ഡേ. എൻജോയ്. വാലന്റൈൻസ് ഡേ 14th Feb. ഭർത്താവിന്റെ തനിനിറം കാണിച്ചു നീ. ഇന്ന് നിന്നെ അവള് പഞ്ഞിക്കിടും. ജീവിതം ഗൗരിയിൽ തുടങ്ങി ഗൗരിയിൽ തന്നെ വന്ന് അവസാനിക്കും. എല്ലാ കല്യാണം വരെയുള്ളൂ.
അതിനുശേഷം എന്തോർത്താൽ എന്ത് ഓർത്തില്ലെങ്കിൽ എന്ത് ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ. ഇപ്പൊ ഇതൊക്കെ ചെയ്യേണ്ടത് ഇവിടെ ആരെയും കാണാനില്ലല്ലോ. അത് ഞാൻ ഇവിടെയല്ലേ ഇരിക്കുന്നത്. നിങ്ങളും ജനാല വഴി എന്തിനാ കയറി വന്ന്? കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ കള്ളത്തരം? ഞാൻ മാറിയിട്ടില്ലെന്ന് നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ. ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? ഹാപ്പി വാലന്റൈൻസ് ഡേ മൈ ബ്യൂട്ടിഫുൾ വാലന്റൈൻ. ഇനി പറഞ്ഞിട്ടെന്ത് പ്രയോജനം? ഞാൻ തന്നെ ഓർമ്മിപ്പിക്കേണ്ടി വന്നില്ലേ? സോറി. നോക്ക്, ഞാൻ അതിനുള്ള പിഴ മുഴുവൻ അടച്ചു തീർത്തോളാം. അതൊന്നും വേണ്ട. നിങ്ങളൊന്ന് അകത്തോട്ട് കയറി വന്നേ. ഇല്ല, ആദ്യം നീ എന്നെ ഒന്ന് വിഷ് ചെയ്യും. അകത്തോട്ട് കയറി വരാനാ പറഞ്ഞ്. അതെ, നീ എന്നെ വിഷ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചാടി. ഇതെന്ത് വട്ടായി കാണിക്കുന്നത്? നിനക്ക് ഇപ്പോഴെങ്കിലും വിശ്വാസം വന്നില്ലേ? നിന്റെ സ്വന്തം സരസ് നിന്നിൽ നിന്ന് തുടങ്ങി നിന്നിൽ തന്നെ അവസാനിക്കും. പ്ലീസ് ക്ഷമിച്ചെന്നൊന്ന് പറയുന്നേ. നോക്കേ, അടുത്ത 490 വാലന്റൈൻസ് ഡേക്ക് നിന്നെ വിഷ് ചെയ്യാൻ ഞാൻ ഒരിക്കലും മറക്കില്ല. 490? അതെ, വർഷത്തിൽ ഒരു പ്രാവശ്യം വാലന്റൈൻസ് ഡേ വരും. നമ്മൾ കുറഞ്ഞത് 70 വയസ്സ് വരെ ജീവിച്ചിരിക്കും. പിന്നെ 7 ജന്മങ്ങളും നമ്മൾ ഒന്നിച്ച് ജീവിക്കില്ലേ? അപ്പൊ 70നെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? അങ്ങനെ 490 വാലന്റൈൻസ് ഡേ നിന്നെ വിഷ് ചെയ്തുകൊണ്ടേയിരിക്കും, മറക്കാതെ. നാത്തേക്ക് വന്നൂടെ? ഓക്കെ. അപ്പോ എനിക്കുള്ള ശിക്ഷ ബാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ പോയി തയ്യാറായിട്ട് ഇങ്ങോട്ട് വാ. നിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഞാൻ നിനക്കൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സർപ്രൈസ്? സർപ്രൈസ്.